ഹായ്, മൊബൈലിൽ നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇത് പല ആളുകൾക്കും അറിയില്ല. ഞാനത് കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. വളരെ യൂസ്ഫുൾ ആണ്. മൊബൈൽ ഉപയോഗിക്കുന്ന നമുക്ക് എല്ലാവർക്കും 100% യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് നമുക്ക് സെറ്റിംഗ്സിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് സെറ്റിംഗ്സിൽ ചെയ്ത് കാണിച്ചു തരാം. സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതിന്റെ ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആപ്പ് മാനേജ്മെന്റ് പറയുന്ന ഓപ്ഷൻ എല്ലാവരുടെ ഫോണിലും ആപ്പ് മാനേജ്മെന്റോ അല്ലെങ്കിൽ ആപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. യൂട്യൂബ് ഞാൻ ഓപ്പൺ ചെയ്തു. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലെ. അത് നോട്ട് അലൗഡ് ആണ് ഇവിടെ കിടക്കുന്നത്, പിക്ചർ ഇൻ പിക്ചർ എന്നുള്ളത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലൗ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പല ആളുകളുടെ ഫോണിലും അത് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്തു. ഞാൻ എൻ്റെ തന്നെ ചാനൽ എടുത്തിട്ടുണ്ട്. ഇതില് ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ വീഡിയോ നമ്മൾ സാധാരണ കാണാറുണ്ട് അല്ലേ. അപ്പൊ നമ്മളെ വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ആവുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ചാനലില്, നിങ്ങൾ ഏത് ചാനൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നമുക്ക് താഴെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. പ്രൊഫൈൽ ഐക്കൺ, ആ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കാണുന്നുണ്ട് പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഇവിടെ അധിക ഫോണിലും ഇത് ഓഫ് ചെയ്ത് കിടക്കുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യുക, പിക്ചർ ഇൻ പിക്ചർ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ബാക്ക് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് തന്നെ പോവുക. യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുക. നിങ്ങൾ സാധാരണ ഒരേ സമയത്ത് നിങ്ങൾ യൂട്യൂബ് കാണും, ഫേസ്ബുക്കിൽ പോകും, വാട്സപ്പിലൊക്കെ പോകുന്ന ആളുകളാണ് അല്ലേ. നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് താഴെയുള്ള ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീനിനെ നമുക്ക് നമ്മുടെ ഫോണിന്റെ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാനും നമുക്ക് ഓരോ ഭാഗത്തേക്ക് എടുത്ത് വെക്കാനൊക്കെ സാധിക്കും. ഇനി നിങ്ങൾക്ക് അതേ സമയത്തിന് നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിലുള്ള ചാറ്റുകൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, ആ സ്ക്രീൻ അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് സ്ക്രീൻ എന്നാണ് പറയുക ശരിക്ക്. അത് അവിടെ തന്നെ കണ്ടോ, നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഇതിനെ നീക്കി കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു, ഇനി ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞത് രണ്ടെണ്ണത്തിൽ നമ്മൾ സെറ്റിംഗ്സിൽ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിലും ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ, ഞാൻ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ആരെയോടെങ്കിലും നമുക്ക് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കുകയാണെങ്കിൽ പോലും ഈ യൂട്യൂബിലുള്ള എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ സെയിം ടൈമിൽ നമുക്ക് രണ്ട് കാര്യങ്ങളും ഒരേപോലെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് പെട്ടെന്ന് നമുക്കത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലെ ക്ലോസ് ബട്ടൺ ഉണ്ട്, സെറ്റിംഗ്സിന്റെ ബട്ടൺ തൊട്ടടുത്തുണ്ട്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ്. ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.